പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. വാർത്ത കണ്ട പ്രേക്ഷകർക്കൊക്കെ അറിയാം, നമ്മുടെ എംപോക്സ് എന്ന് സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന എടവണ്ണ സ്വദേശിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. എല്ലാ ജില്ലകളിലും ചികിത്സയ്ക്ക് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24-നോട് പറഞ്ഞു. ഒരാഴ്ച മുൻപാണ് UAE-യിൽ നിന്ന് 38-കാരൻ എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ വീട്ടിലേക്ക് എത്തിയത്. ചെറിയ പനിയുണ്ടായിരുന്നു. തുടർന്ന് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പും കുമിളകളും ശരീരത്തിൽ കാണപ്പെട്ടു. ഈ ലക്ഷണങ്ങളോടെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയത്. എംപോക്സ് ആണെന്ന സംശയത്തെ തുടർന്ന് രോഗിയെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും സ്രവം പരിശോധനയ്ക്കയക്കുകയും ചെയ്തു. ഇതിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പകർച്ചാ സാധ്യത കൂടുതലായതുകൊണ്ട് ജാഗ്രത വേണമെന്നും രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി കഴിഞ്ഞതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് 24-നോട് പറഞ്ഞു. എല്ലാ ജില്ലകളിലും എംപോക്സ് രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്ത് എത്തുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അവർ ഐസൊലേഷനിൽ താമസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ഇതിനോടകം ശക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത്. രോഗി കൂടുതൽ ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. റൂട്ട് മാപ്പ് തയ്യാറാക്കും. എല്ലാ ജില്ലകളിലും ചികിത്സയും ഐസൊലേഷൻ സൗകര്യവും ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. 24 മലപ്പുറം. അപ്പോൾ എംപോക്സ് ഉണ്ട്. എംപോക്സ് അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട രോഗം തന്നെയാണ്. പെട്ടെന്ന് രോഗപകർച്ചയുണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 2 വകഭേദങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഇപ്പോഴുള്ള വകഭേദത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് കൂടി ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ്, പ്രത്യേകിച്ചും വേണ്ടത് ഐസൊലേഷനാണ്. ഈ അത്തരം രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ മാറി തന്നെ താമസിക്കേണ്ടതുണ്ട്. സ്വയം ചികിത്സ പാടില്ല എന്നുകൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ടതുണ്ട്. നമ്മൾ നിപ്പയിലും കോവിഡിനും ഒക്കെ സ്വീകരിച്ച നടപടികൾ തന്നെയാണ് ഇതിൽ സ്വീകരിക്കേണ്ടത്. അസുഖത്തിന് വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമാണ്.